എല്ലാവർക്കും നമസ്കാരം. ചാരു സർക്കിളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ മഴക്കാലമൊക്കെയാണ്, അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ബോട്ടിൽ പെയിൻറ്റിങ് ആട്ടോ. ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ബോട്ടിൽ പെയിൻറ്റിങ്. അതിനായിട്ട് ബോട്ടിൽ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടേബിളിൽ. അതിനോടൊപ്പം തന്നെ കുറച്ച് പെയിൻറ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലവർ വേസ് വെച്ചിട്ടുണ്ട്. ഈ ടേബിളൊന്നും നല്ല ഭംഗിയായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇന്ന് അതിനാണ് ഞാൻ ഫ്ലവർ വേസൊക്കെ വെച്ച് കുറച്ചും കൂടെ അങ്ങ് ഭംഗിയാക്കി. അപ്പോൾ കാണാൻ ഭംഗിയില്ലേ? അപ്പോൾ തുടങ്ങുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിലുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ നമ്മൾ ബോട്ടിൽ പെയിൻറ്റ് ചെയ്ത് വെച്ചു, പെയിൻ്റ് എടുത്ത് വെച്ചു. ഇനി ബോട്ടിൽ പെയിൻറ്റ് ചെയ്യാനായിട്ടൊരു പെയിൻറ്റ് ഓപ്പൺ ചെയ്തു. ഇന്നത്തെ പരിപാടി ഇതേ കണ്ടോ, ഇതാണ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാൻ പറ്റും ഡോട്ട് പെയിൻറ്റിങ് എന്താണെന്നുള്ളത്. അപ്പോൾ ആ പരിപാടി നമ്മൾ ഇതുവരെ വീഡിയോസ് ഒന്നും കാണിച്ചിട്ടില്ല, നമ്മുടെ ചാരു സർക്കിളിൽ വന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഞാനൊരു ചെറിയ ഡോട്ട് പെയിൻറ്റിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ടൂളൊന്നും നമ്മൾ വാങ്ങിച്ചെടുത്തിട്ടില്ല, എല്ലാം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ടൂളാക്കി എടുത്തിട്ടുണ്ട്. ടൂൾ എന്ന് പറയുന്നത് പേനയുടെ ബാക്ക് സൈഡ്, ബാംബൂ സ്റ്റിക്ക്, അതുപോലെ തന്നെ പേനയുടെ നിബ്ബ്, അതുപോലെ തന്നെ ബഡ്സ്, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ടൂളാക്കി എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു സിമ്പിൾ ഡോട്ട് പെയിൻറ്റിങ് ആക്കി എടുക്കാൻ പോണത്. അപ്പോൾ ആർക്കും വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോട്ട് പെയിൻറ്റിങ് ആണേ. അപ്പോൾ കളേഴ്സൊക്കെ എടുക്കുക, ഓരോരോ സ്റ്റിക്കുകളോ അല്ലെങ്കിൽ പേനയുടെ ബാക്ക് സൈഡോ അതുപോലെ പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്ക് സൈഡോ ഒക്കെ എടുക്കാം നമുക്ക് ടൂളായിട്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇന്നത്തെ ഡോട്ട് പെയിൻറ്റിങ് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണേ. കണ്ടോണേ. അപ്പോൾ ഇതേ നമ്മുടെ ബോട്ടിൽ പെയിൻറ്റിങ് കഴിഞ്ഞിരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോട്ട് പെയിൻറ്റിങ്. പിന്നെ ടൂളുകളൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ടൂളുകളാക്കിയിട്ട് എടുത്തിരിക്കുന്ന ഡോട്ട് പെയിൻറ്റിങ്. അപ്പോൾ ഇതിൽ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പെയിൻറ്റ് എടുക്കുമ്പോൾ നല്ല ബ്രൈറ്റ് കളറുള്ള പെയിൻറ്റ് എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ? എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ടാറ്റാ.